ഗുഡ് മോർണിംഗ്. നമ്മളിന്ന് SSLC ഇംഗ്ലീഷ് പരീക്ഷയുമായി ബന്ധപ്പെട്ട ചില ചോദ്യങ്ങൾ ആണ് റെഫർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഒന്ന് പരിചയപ്പെടുകയാണ്. നമുക്കറിയാം, നമ്മുടെ മോഡൽ പരീക്ഷ കഴിഞ്ഞു. അപ്പോൾ ഇപ്രാവശ്യത്തെ മോഡൽ പരീക്ഷയുടെ ഇംഗ്ലീഷ് ചോദ്യങ്ങൾ പൊതുവെ ഈസി ആയിരുന്നു. പക്ഷേ എങ്കിലും സ്ഥിരമായിട്ട് കുട്ടികൾ ശരിയാക്കാൻ പറ്റുന്ന കാര്യങ്ങൾ അശ്രദ്ധ കൊണ്ട് തെറ്റിക്കുന്ന ചില ഭാഗങ്ങളുണ്ട്. അതിലൊന്നാണ് കോൺവെർസേഷൻ എന്ന് പറയുന്നത്. നമുക്കറിയാം, കോൺവെർസേഷൻ 5 മാർക്കിൻ്റെ ചോദ്യമാണ്. ആ 5 മാർക്കിൻ്റെ ചോദ്യത്തിൽ 5 രീതിയിലുള്ള ഉത്തരങ്ങളാണ് നമ്മൾ എഴുതേണ്ടത്. നമുക്കറിയാം, അതിൽ ക്വസ്റ്റ്യൻ ടാഗ് ചോദിക്കാറുണ്ട്. അതുപോലെ ഹാഡ് ബെറ്റർ എന്ന പ്രയോഗം ചോദിക്കാറുണ്ട്. പിന്നെ വുഡ് യു മൈൻഡ് അല്ലെങ്കിൽ ഡു യു മൈൻഡ് എന്നുള്ള ഒരു പ്രയോഗമുണ്ട്. പിന്നെ ഈഫ് ക്ലോസ് ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ ഒരു ക്വസ്റ്റ്യൻ മേക്കിംഗ്, ഒരു ചോദ്യം ഉണ്ടാക്കാനും അതിൽ ചോദ്യം ഉണ്ടാവാറുണ്ട്. നമ്മൾക്ക് ആദ്യമായിട്ട് ക്വസ്റ്റ്യൻ ടാഗ് എങ്ങനെയാണ് നമ്മളൊരു ക്വസ്റ്റ്യൻ ടാഗ് ആണോ അവിടെ കൊടുക്കേണ്ടത് എന്ന് മനസ്സിലാക്കുക. കാര്യം ചോദ്യചിഹ്നം പല ഭാഗങ്ങളായിട്ട് നമുക്ക് കാണാൻ കഴിയും. എല്ലാത്തിനും നമ്മൾ ക്വസ്റ്റ്യൻ ടാഗ് അല്ല കൊടുക്കേണ്ടി വരിക. അപ്പോൾ ക്വസ്റ്റ്യൻ ടാഗ് മനസ്സിലാക്കാനുള്ള എളുപ്പമാർഗം എന്ന് പറഞ്ഞാൽ, തന്നിരിക്കുന്ന സെൻറ്റൻസിൻ്റെ അവസാനത്തെ വാക്ക് അത് കഴിഞ്ഞ ഉടനെ ഒരു കോമ കാണും. പിന്നെ നമ്മൾ കൊടുക്കേണ്ട ഉത്തരമാണ്, ശേഷം ക്വസ്റ്റ്യൻ മാർക്കും കാണും. അതായത് അവസാനത്തെ വാക്കിന് ശേഷം കോമയും പിന്നെ നമ്മൾ ഉത്തരം എഴുതേണ്ട സ്പേസ് കഴിഞ്ഞ് ചോദ്യചിഹ്നവും ക്വസ്റ്റ്യൻ മാർക്കും ഉണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കുക അവിടെ നമ്മൾ കൊടുക്കേണ്ടത് ക്വസ്റ്റ്യൻ ടാഗാണെന്ന്. ക്വസ്റ്റ്യൻ ടാഗ് നമുക്കറിയാം, പോസിറ്റീവ് സെൻറ്റൻസുകൾക്ക് നെഗറ്റീവ് ക്വസ്റ്റ്യൻ ടാഗാണ് കൊടുക്കേണ്ടത്. അതുപോലെ നെഗറ്റീവ് സെൻറ്റൻസുകൾക്ക് പോസിറ്റീവ് ടാഗാണ് കൊടുക്കേണ്ടത്. അപ്പോൾ പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നോട്ട് എന്ന അർത്ഥം വരുന്ന ഭാഗം അതിൽ ഉണ്ടാകാൻ പറ്റില്ല. അതുപോലെ നെഗറ്റീവ് സെൻറ്റൻസ് എന്ന് പറഞ്ഞാൽ അതിൽ നോട്ട് ഉണ്ടായിരിക്കും. ഇനി ഇപ്രാവശ്യം തന്ന മോഡലിന് വന്ന ആ ചോദ്യം ഞാൻ ജസ്റ്റ് ഒന്ന് വായിക്കാം. റോസിയും മാർത്തയും തമ്മിലുള്ള ഒരു കോൺവെർസേഷനാണ് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ റോസി മാർത്തയുടെ അടുത്ത് ചോദിക്കുകയാണ്, യു ആർ അപ്സെറ്റ് ഓവർ സംതിങ്. ആ സംതിങ് എന്ന് കഴിഞ്ഞ് കോമയുണ്ട്, പിന്നീട് ഉത്തരം എഴുതേണ്ടത് ക്വസ്റ്റ്യൻ മാർക്ക്. അപ്പോൾ ആർ എന്ന ഓക്സിലറിയാണ് അതിൽ കാണുന്നത്. അപ്പോൾ പോസിറ്റീവ് ആയതുകൊണ്ട് നമ്മളവിടെ കൊടുക്കേണ്ടത് നെഗറ്റീവ് ആണ്. ഇപ്പോൾ ആർ ഇൻറ്റു യു എന്നുള്ളൊരു പ്രയോഗമാണ് അവിടെ നമ്മൾ കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ടാഗാണ് കൊടുക്കേണ്ടത്. പിന്നീട് വരുന്നത് അടുത്ത ഒരു ഐറ്റമാണ് ഹാഡ് ബെറ്റർ. ഹാഡ് ബെറ്റർ വന്നാൽ ഹാഡ് ബെറ്ററിന് ശേഷം വേർബിൻ്റെ ബേസ് ഫോം അല്ലെങ്കിൽ ബെയർ ഫോമാണ് ഉപയോഗിക്കുക. യു ഹാഡ് ബെറ്റർ ഗോ, യു ഹാഡ് ബെറ്റർ റൈറ്റ്, യു ഹാഡ് ബെറ്റർ പ്ലേ. ബേസ് ഫോമേ ഹാഡ് ബെറ്ററിന് ശേഷം ഉപയോഗിക്കാവൂ. അതുപോലെ മറ്റൊരു ഭാഗമാണ് അതിൽ വരുന്ന വുഡ് യു മൈൻഡ് എന്നുള്ളത്. അപ്പോൾ വുഡ് യു മൈൻഡ് എന്ന് കണ്ടാൽ നമ്മൾ മനസ്സിലാക്കുക അതിനുശേഷം വരുന്ന വേർബിൻ്റെ കൂടെ ING ഫോമാണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ വുഡ് യു മൈൻഡ് കമ്മിങ് വിത്ത് മീ, വുഡ് യു മൈൻഡ് പ്ലേയിങ് വിത്ത് മീ, വുഡ് യു മൈൻഡ് റീഡിങ് ദ പോം. അപ്പോൾ അവിടേക്ക് ING ഫോമാണ് ഉപയോഗിക്കേണ്ടത്. പിന്നീട് വരുന്നതാണ് ഈഫ് ക്ലോസുകൾ. അപ്പോൾ ഈഫ് ക്ലോസ് നമുക്ക് ആദ്യത്തെ ഭാഗം തന്നിട്ടുണ്ടാവും, നമ്മൾ രണ്ടാമത്തെ ഭാഗമാണ് ആൻസർ ചെയ്യേണ്ടത്. അപ്പോൾ ഏത് ഭാഗമാണ് തന്നിട്ടുള്ളത് നമുക്കറിയാം. ആ തന്നതിൽ 3 ഭാഗങ്ങൾ, അതായത് 3 രീതിയിൽ ഈഫ് ക്ലോസ് നമ്മൾ ഉപയോഗിക്കും. അതിലേതാണെന്ന് മനസ്സിലാക്കുക. ആദ്യത്തേത് ഒരു ഉദാഹരണം പറയുന്നത്, ഇഫ് യു കോൾ മീ, CALL, ഇഫ് യു കോൾ മീ, അത് നമുക്ക് തന്നിട്ടുണ്ടാവും. അപ്പോൾ അപ്പുറത്തേക്ക് നമ്മൾ എഴുതേണ്ട ഐ വിൽ കം. ഇഫ് യു കോൾ മീ ഐ വിൽ കം. ഇനി സെക്കൻഡ് പാർട്ടിലേക്ക് വരുമ്പോൾ രണ്ടാമത്തെ രീതി എന്ന് പറയുന്നത്, ഇഫ് യു കോൾഡ് മീ, V2 ആയി മാറുകയാണ്, വേർബിൻ്റെ V2 ഫോം ഉപയോഗിക്കുക. ഇഫ് യു കോൾഡ് മീ, അപ്പുറത്തേക്ക് നമ്മൾ വിൽ എന്നുള്ള വുഡായി മാറും, ഐ വുഡ് കം. ഇനി മൂന്നാമത് ഒരെണ്ണം എന്ന് പറയുന്നത്, ഇഫ് യു ഹാഡ് കോൾഡ് മീ, ഹാഡ് പ്ലസ് V3 നമുക്കറിയാം. അപ്പോൾ അപ്പുറത്ത് ഐ വുഡ് ഹാവ് കം. ഈ രീതിയിലാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇനി അടുത്തതായിട്ട് ഒരെണ്ണം വരുന്നത് നമ്മുടെ
പൊതുവായിട്ട് ഇപ്പോൾ കഴിഞ്ഞ വർഷം മുതൽ കാണുന്ന ഒരു രീതിയാണ് ഒരു പാരഗ്രാഫ് തന്നിട്ട് 5 ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കുക എന്നുള്ളത്. അപ്പോൾ ഇതിലും തന്നെ ഒരു ഉത്തരം നമുക്ക് തന്നിട്ടുണ്ടാവും, അതിൽ നമ്മൾ ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇനി അതുപോലെ ഇപ്പോൾ ആദ്യം പറഞ്ഞ ക്വസ്റ്റ്യൻ ടാഗിൻ്റെ കൂട്ടത്തിൽ ക്വസ്റ്റ്യൻ ടാഗുകൾ ഓക്സിലറി വേർബ് ചില ഭാഗങ്ങൾ നമുക്ക് കാണുന്നില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് ഷീ ഡാൻസ്ഡ് വെൽ, ഷീ ഡാൻസ്ഡ് വെൽ, അതിൽ ഓക്സിലറി നമ്മൾ കാണുന്നില്ല. പക്ഷേ നമുക്കറിയാം അതിൽ മെയിൻ വേർബ് ഡാൻസ് എന്നുള്ളതിൻ്റെ V2 ഫോം ഡാൻസ്ഡ് എന്നാണെന്നുള്ളത്. അതിൽ ഡിഡ് എന്ന് ഉണ്ടെന്ന് മനസ്സിലാക്കുക. V2 വരുന്ന അതായത് വേർബിൻ്റെ രണ്ടാമത് രൂപം വരുന്ന എല്ലാ ഫോമിലും ഡിഡ് എന്നുള്ളത് ഉണ്ടെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഷീ ഡാൻസ്ഡ് വെൽ എന്നുണ്ടെങ്കിൽ നമുക്കറിയാം അതിൽ ഡിഡ് ഉണ്ട്. പോസിറ്റീവ് ആകുമ്പോൾ നെഗറ്റീവ് ടാഗ് കൂടി ഡിഡിൻ ഷീ എന്നാണ് കൊടുക്കേണ്ടത്. അതുപോലെ വർക്ക്സ് എന്നാണെങ്കിൽ ഇപ്പോൾ ഒരു ഉദാഹരണം റൈറ്റ്, റൈറ്റ്സ്, റോട്ട് ആണല്ലോ. റൈറ്റ് എന്നുള്ളത് ബേസ് ഫോമാണ്, അതിൽ ഡു ഉണ്ട് എന്ന് മനസ്സിലാക്കുക. റൈറ്റ്സ് എന്നുള്ളതിൽ ഡസ് ഉണ്ട് എന്ന് മനസ്സിലാക്കുക. റോട്ട് എന്നുള്ളതിൽ ഡിഡ് എന്തും ഉണ്ട് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇങ്ങനെ മനസ്സിലാക്കിയാൽ ഓക്സിലറി അതിൽ എവിടെയാണെന്ന് നമുക്ക് കണ്ടെത്താൻ ഈസി ആയിരിക്കും. ഇനി അതുപോലെ ഇപ്പോൾ വേറൊന്നാണ് ഐ എം ഓക്കെ, ഐ എം ഓക്കെ എന്ന് പറയണം. അപ്പോൾ അതിൽ ഓക്സിലറി വേർബ് ആം അല്ല നമ്മൾ ഉപയോഗിക്കേണ്ടത്, ഓക്കെ, ആറാണ് വരുന്നത്. അതുപോലെ വേറെ ചില കാര്യങ്ങളൊക്കെ നമ്മുടെ അതിൻ്റെ കൂട്ടത്തിൽ വരുന്നുണ്ട്. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ പറയാറുണ്ട് ലെറ്റ്സ് ഗോ, ലെറ്റ്സ് ഗോ എന്നുള്ളതിന് നമ്മൾ ഷാൾ വി എന്നാണ് ചോദിക്കുക. ഓക്കെ, ക്വസ്റ്റ്യൻ ടാഗ് ഷാൾ വി എന്നാണ്. പിന്നീട് വരുന്ന ഒരു ഭാഗമാണ് നമ്മൾക്ക് അവസാനത്തെ ചോദ്യമായിട്ട് സ്ഥിരമായിട്ട് വരുന്ന ഐഡൻറ്റിഫൈ ദ നോൺ ഫ്രേസ് ഇൻ ദ സബ്ജക്റ്റ് പൊസിഷൻ എന്നുള്ളത്. നോൺ ഫ്രേസ് വെർബ് ഫ്രേസ് എന്നുള്ള ഒരു ഭാഗം നമുക്കറിയാം. നോൺ എന്ന് പറഞ്ഞാൽ അറിയാം, വേർബ് എന്ന് പറഞ്ഞാലും അറിയാം. നമ്മളോട് പറയുന്ന സബ്ജക്റ്റ് പൊസിഷനിലെ നോൺ ഫ്രേസിനെ ഐഡൻറ്റിഫൈ ചെയ്യാനാണ്. അപ്പോൾ ഇപ്രാവശ്യം തന്നിട്ടുള്ളത് എ ബ്യൂട്ടിഫുള്ളി പാറ്റേൺ ബാസ്ക്കറ്റ് ഓഫ് ഡൈഡ് റഫിയ വാസ് ഷോൺ ടു അസ് ബൈ ഫിദേസ് മദർ. അപ്പോൾ ഒരു ലോങ് സെൻറ്റൻസ് ആണ്. അതിൽ സബ്ജക്റ്റ് പൊസിഷനിലെ നോൺ ഫ്രേസിനെ എടുക്കാനാണ് നമ്മളോട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്കറിയാം ഇങ്ങനെ വരുമ്പോൾ മനസ്സിലാക്കേണ്ടത് ഓക്സിലറി വേർബ് അല്ലെങ്കിൽ മെയിൻ വേർബ്. ഓക്സിലറി വേർബിന് മുന്നേ ഉള്ള ഭാഗമായിരിക്കും സബ്ജക്റ്റ് പൊസിഷനിലെ നോൺ ഫ്രേസ് ആയിട്ട് വരിക. ഇനി ഓക്സിലറി ഇല്ല എങ്കിൽ മെയിൻ വേർബ് ഉണ്ടാവുമല്ലോ, മെയിൻ വേർബിന് മുന്നേ ഉള്ള ഭാഗം സബ്ജക്റ്റ് പൊസിഷനിലെ നോൺ ഫ്രേസ് ആയിരിക്കും. അപ്പോൾ വേറെ അങ്ങനെ അല്ലാത്തതും ചോദിക്കാം. ഇപ്പോൾ ഉദാഹരണം പറയണം ദ പാഴ്സൽ ദാറ്റ് ഐ റിസീവ്ഡ് യെസ്റ്റർഡേ ഈസ് എ ഗിഫ്റ്റ്. അപ്പോൾ നമ്മൾ വിചാരിക്കും നോൺ ഫ്രേസ് ദ പാഴ്സൽ എന്നുള്ളതുണ്ട്, ഐ റിസീവ്ഡ് എന്നുള്ള വേർബ് അതിലുണ്ട്. പക്ഷേ അതിന് മുന്നേ ഉള്ളതല്ല അവിടെ സബ്ജക്റ്റ് പൊസിഷനിലെ നോൺ ഫ്രേസ് എന്ന് പറയുന്നത്. ദ പാഴ്സൽ അതിനെ പറ്റിയാണ് ദാറ്റ് എന്നുള്ളത് സൂചിപ്പിക്കുന്നത്. ദാറ്റ് ഐ റിസീവ്ഡ് യെസ്റ്റർഡേ അത്ര വരേക്കും സബ്ജക്റ്റ് പൊസിഷനിലെ നോൺ ഫ്രേസ് ആണ്. ഈസ് എ ഗിഫ്റ്റ് എന്നുള്ളതാണ് എന്ത് അവിടുത്തെ വെർബ് ഫ്രേസ് ഉള്ളത്. ക്ലിയർ ആയിട്ടുണ്ടോ എന്ന് വിചാരിക്കുന്നു. അതുപോലെ വേറൊന്ന് തന്നിട്ടുള്ളത് ഹിസ് റിംലെസ് സ്പെക്ടക്കിൾസ് ഗേവ് എവിഡൻസ് ഓഫ് എ സീരിയസ് ആൻഡ് റിസേർവ്ഡ് ഡിസ്പോസിഷൻ എന്നാണ്. അപ്പോൾ അതിൽ ഗേവ് എന്നുള്ളതാണ് വേർബ്. ഗേവ് എന്നുള്ള വേർബിന് മുന്നേ ഉള്ള ഹിസ് റിംലെസ് സ്പെക്ടക്കിൾസ് ഇതാണ് അവിടുത്തെ നോൺ ഫ്രേസ് ആയിട്ട് കാണുന്നത്. ഓക്കെ, അതുപോലെ തന്നെ പിന്നെ മൂന്നാമത് ഒരെണ്ണം നമുക്ക് വരുന്ന ഭാഗമാണ് കുട്ടികൾ സാധാരണഗതിയിൽ മുഴുവൻ ഉത്തരവും ചോദ്യവും അതിലുണ്ടായിട്ടും തെറ്റിക്കുന്ന ഒരു ഭാഗമാണിത്. അത് ഇൻഫർമേഷൻ ട്രാൻസ്ഫോം എന്ന് പറയുന്ന ഭാഗം. നമുക്ക് ചോദ്യങ്ങൾ തന്നിട്ടുണ്ട്, ഉത്തരങ്ങൾ മുകളിൽ കോളങ്ങളായിട്ട് തന്നിട്ടുണ്ട്. പക്ഷേ ആ ഉത്തരം മാത്രം എടുത്ത് എഴുതുന്നതിന് പകരമായിട്ട് കുട്ടികൾ ആ തന്നിരിക്കുന്ന എല്ലാ കോളങ്ങളിലെയും മൊത്തം കാര്യങ്ങൾ എഴുതാറുണ്ട്. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. ഒരു ഉദാഹരണം ഞാൻ പറയാം എങ്ങനെയാണെന്നത്. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ളത് ട്രൈബ്, റീജിയൻ, ലാംഗ്വേജ്, കൾച്ചർ, ഹൈലൈറ്റ്സ്, ലൈഫ് സ്റ്റൈൽ. ഇതൊരു വിഭാഗം ആളുകളെ പറ്റിയിട്ടാണ്. ഇപ്പോൾ ആദ്യത്തെ ട്രൈബ് എന്നുള്ളത് പറയുന്നത് ഗ്രേറ്റ് ആനിമൽസ് എന്ന് പറയുന്നത്, റീജിയൻ പറയുന്നുണ്ട്, ലാംഗ്വേജ് പറയുന്നുണ്ട്, കൾച്ചർ ഹൈലൈറ്റ്സ് പറയുന്നത്, ലൈഫ് സ്റ്റൈൽ പറയുന്നുണ്ട്. എന്നിട്ട് നമ്മളോട് ചോദിക്കുന്നുണ്ട്
ഇതുപോലെ കുറേ തന്നിട്ട് ചോദിക്കുന്നുണ്ട്. വിച്ച് ട്രൈബ് സെലിബ്രേറ്റ് സൊഹറെ ഫെസ്റ്റിവൽ എന്ന് ചോദിക്കുന്നത്. വിച്ച് ട്രൈബ് സെലിബ്രേറ്റ് സൊഹറെ ഫെസ്റ്റിവൽ. അപ്പോൾ നമ്മൾക്ക് എന്ത് ഉത്തരം എഴുതേണ്ടുള്ളൂ, ഏത് ട്രൈബാണ് എന്ന് മാത്രമേ എഴുതാവൂ. അപ്പോൾ നമുക്ക് നോക്കി അറിയാൻ പറ്റും. കൾച്ചറൽ ഹൈലൈറ്റ്സിൽ സൊഹര എന്നുള്ള രണ്ടാമത്തെയാണ്. സന്താൽ എന്ന ഉത്തരം മാത്രമേ എഴുതേണ്ടുള്ളൂ. പകരം കുട്ടികൾ എഴുതി കാണുന്നതാണ് എന്ത്, സന്താൽ ജാർഖണ്ഡ് ആൻഡ് വെസ്റ്റ് ബംഗാൾ, സന്താലി സെലിബ്രേറ്റ് സൊഹര എ ഹാർവസ്റ്റ് ഫെസ്റ്റിവൽ, അഗ്രേറിയൻ കമ്മ്യൂണിറ്റി. ഇങ്ങനെ ഒരിക്കലും ചെയ്ത് നിങ്ങളുടെ സമയം കളയരുത്. കാരണം സമയം വളരെയധികം പ്രധാനപ്പെട്ടതാണ്. ടൈം മാനേജ്മെൻറ്റ് വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം ഒരു മിനിറ്റ് പോലും നിങ്ങൾക്ക് എഴുതാൻ കിട്ടില്ല അധികമായിട്ട്. അപ്പോൾ അതുകൊണ്ട് ഉത്തരം എഴുതുക, പഠിച്ചത് വളരെ വ്യക്തമായിട്ട് നല്ല രീതിയിൽ പേപ്പറിലേക്ക് പകർത്തുക എന്നുള്ളത് മാത്രമാണ് നമ്മൾ ചെയ്യേണ്ടത്. പിന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, എല്ലാ വലിയ ഉത്തരങ്ങളും ആദ്യം എഴുതരുത്. അറിയുന്ന ഉത്തരങ്ങൾ, ഏറ്റവും ഈസി ആയിട്ട് കിട്ടുന്ന ഉത്തരങ്ങൾ ആദ്യം ചെയ്തു പോയിട്ട് സ്കോർ ചെയ്യുക. അങ്ങനെ ആകുമ്പോൾ സമയം നിങ്ങൾക്കൊരു പ്രശ്നമായിട്ട് തോന്നാൻ സാധ്യതയില്ല. ഇനി മൂന്നാമത് പറയുന്ന ഒന്നാണ്, ആദ്യം പറഞ്ഞിരുന്നു ഞാൻ കോൺവെർസേഷന് കാര്യം വന്ന സമയത്ത്, ക്വസ്റ്റ്യൻ മേക്കിംഗ് എന്നുള്ളത് 5 മാർക്കിൻ്റെ ഒരു ചോദ്യമുണ്ട് അല്ലേ. ഇപ്പം പ്രാവശ്യം നമുക്ക് തന്നിട്ടുള്ള മാർത്തയുടെ സ്കോളർഷിപ്പ് ജാക്കറ്റ് എന്ന ചാപ്റ്ററിലെ മാർത്തയുടെ ഒരു അനുഭവവുമായി ബന്ധപ്പെട്ടൊരു പാരഗ്രാഫാണ് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ ചോദ്യങ്ങൾ നമുക്കറിയാം 2 രീതിയിലാണ്. WH ക്വസ്റ്റ്യൻസ്, അതുപോലെ yes or no ക്വസ്റ്റ്യൻസ്. WH നമുക്കത് കേട്ടാൽ അറിയാം. W എന്ന ലെറ്റർ സ്റ്റാർട്ട് ചെയ്യുന്ന വാട്ട്, വെൻ, വിച്ച്, ഹൂ, വേർ തുടങ്ങിയ ക്വസ്റ്റ്യൻ വേർഡ് കൊണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. H എന്നുള്ളത് ഹൗ, ഹൗ മെനി, ഹൗ ലോങ്, ഹൗ ഫാർ തുടങ്ങിയ ക്വസ്റ്റ്യൻ വേർഡ് കൊണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതിൻ്റെ പ്രത്യേകത, WH ക്വസ്റ്റ്യൻസിന് ഉത്തരങ്ങൾ എപ്പോഴും ഒരു സെൻറ്റൻസ് ആയിരിക്കും. ഇനി അപ്പുറത്ത് പറയാൻ നമ്മൾ yes or no ക്വസ്റ്റ്യൻ എന്ന് പറയാറുണ്ട്. പക്ഷേ yes or no എന്നുള്ളത് ക്വസ്റ്റ്യൻ അല്ല, അതിൻ്റെ ആൻസറാണ്. yes or no ക്വസ്റ്റ്യൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത് എപ്പോഴും ഓക്സിലറി വേർബ് കൊണ്ടായിരിക്കും. അപ്പോൾ ആർ യു റെഡി എന്ന് വെച്ചാൽ നമുക്കറിയാം അതിന് ഒരു സെൻറ്റൻസിൻ്റെ ഒന്നും ആവശ്യമില്ല. ഒന്നുകിൽ യെസ് അല്ലെങ്കിൽ നോ എന്നുള്ള ഒരു ഉത്തരം മാത്രമേ അവിടെ നമുക്ക് ആവശ്യമുള്ളൂ. അപ്പോൾ വേറൊന്ന്, ഇനി അതിൻ്റെ പാറ്റേൺ പറയാം. ഓക്കെ, ഈ ഉണ്ടാക്കുന്ന പാറ്റേൺ ഉദാഹരണം, വേർ ആർ യു ഗോയിങ്. വേർ ആർ യു ഗോയിങ്. വേർ എന്ന ക്വസ്റ്റ്യൻ വേർഡ്, ആർ എന്ന ഓക്സിലറി, യു എന്ന സബ്ജക്റ്റ്, ഗോയിങ് എന്ന വേർബ്. ഇത് WH കൊണ്ട് തുടങ്ങുന്ന ക്വസ്റ്റ്യൻ പാറ്റേൺ ആണ്. ഓക്സിലറി ആണെങ്കിൽ ആ ക്വസ്റ്റ്യൻ വേർഡ് ഒഴിവാക്കുക. ഓക്സിലറി ആർ, യു എന്ന സബ്ജക്റ്റ്, ഗോയിങ് എന്ന വേർബ്. ഈ രീതിയിലാണ് നമ്മൾ ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കേണ്ടത്. പിന്നീട് നമ്മൾക്ക് അടുത്ത ഒരു ഭാഗമാണ് എഡിറ്റിംഗ് എന്നുള്ളത്. എഡിറ്റിങ്ങിൽ സാധാരണഗതിയിൽ നമ്മൾ ചെയ്യേണ്ടത് വേബിലായിരിക്കും മിക്കവാറൊക്കെ മാറ്റം വരുന്നത്. അതുപോലെ വേർഡ് ഓർഡർ തെറ്റിച്ചിടും, അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും. ഒരു ഉദാഹരണം ഞാൻ പറയാം. അപ്പോൾ നമുക്ക് പ്രാവശ്യം തന്ന ഫസ്റ്റ് ചോദ്യമുണ്ട്. അതിലെ അവസാനത്തെ സെൻറ്റൻസ്, വി ഡിസൈഡഡ് ടു ഗിവ് ദ യങ് മാൻ എ ഫ്രഷ് സ്റ്റാർട്ട് എന്നാണ് സെൻറ്റൻസ്. ഒരു പക്ഷേ നമുക്ക് എങ്ങനെ തരും, വി ഡിസൈഡഡ് ടു ദ യങ് മാൻ ഗിവ് എ ഫ്രഷ് സ്റ്റാർട്ട്. അപ്പോൾ നമുക്കറിയാം ടു ഗിവ് എന്നാണ് കൊടുക്കുന്നത്. പക്ഷേ പകരം എങ്ങനെ തരാം, വി ഡിസൈഡ് ടു ദ യങ് മാൻ ഗിവ് എ ഫ്രഷ് സ്റ്റാർട്ട് എന്നുള്ളത് നമ്മൾ വായിച്ച് മനസ്സിലാക്കുക. അങ്ങനെ എവിടെയാണോ മിസ്റ്റേക്ക് അത് ശരിയാക്കുക. അതുപോലെ ചിലപ്പോൾ സ്പെല്ലിംഗ് മിസ്റ്റേക്കുകളും തരാറുണ്ട്. ഇപ്പോൾ ആനിമേഷൻ എന്നൊരു വാക്ക് ANIMATION നമുക്കറിയാം, പക്ഷേ ചിലപ്പോൾ അതിനെ മാറ്റിയിട്ട് തരാം. അപ്പോൾ നമ്മൾ പെട്ടെന്ന് നോക്കുമ്പോൾ അതിൽ മിസ്റ്റേക്കായിട്ട് തോന്നില്ല. പക്ഷേ കുറച്ച് ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ് എഡിറ്റിംഗ് എന്നുള്ളത്. അപ്പോൾ എഡിറ്റിങ്ങിൽ ശ്രദ്ധിക്കേണ്ടത് വേർബ്, അതുപോലെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക്, പിന്നെ വേർഡ് ഓർഡർ, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. പ്രാവശ്യത്തെ നമുക്ക് എഡിറ്റിങ്ങിന് വേണ്ടി തന്നിട്ടുള്ളത് ഓൺ ജെയിൻ ആൻഡ് ജാക്ക് ഗോസ് ഔട്ട് എന്നാണ്. നമുക്കറിയാം 2 പേരുള്ളപ്പോൾ ഒരിക്കലും ഗോസ് എന്ന് പറയില്ല, ഗോ എന്നാണ് അവിടെ കൊടുക്കേണ്ടത്. ഇനി അതെങ്ങനെയാണെന്ന് അറിയില്ലെങ്കിൽ അടുത്ത സെൻറ്റൻസിലേക്ക് നോക്കുക. ജിൽ ലുക്സ്, അതുപോലെ എക്സ്ക്ലൈംസ്. ദെൻ ഷീ ഹറീഡ് എന്നാണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഹറീഡ് എന്ന് ഒരിക്കലും വല്ല കാര്യം, മുന്നേയൊക്കെ എസ് ഫോമാണ് അല്ലെങ്കിൽ ബേസ് ഫോം എന്ന് വെച്ചാൽ പ്രസൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഹറീസ് എന്നേ പറയുള്ളൂ.
അതുപോലെ അതിന് ശേഷം കാണാം എൻഡോഴ്സസ്, സ്ലിപ്സ് ഒക്കെ പറയുന്നുണ്ട്. അതുപോലെ അവിടെ പറയുന്നുണ്ട് ഹൂ എ ബിൽ ഹൂ ഷീ ടേക്സ്. എ ബിൽ എന്നുള്ളത് ഒരു വസ്തുവാണ്. അതുകൊണ്ട് ബിൽ എന്നുള്ളതിനെ പറ്റിയിട്ട് പറയും നമ്മൾ വിച്ച് എന്നേ പറയുള്ളൂ. അതേസമയം ഹൂ എന്നുള്ളത് ഒരു വ്യക്തിയെക്കുറിച്ച് പറയുമ്പോഴാണ് നമ്മൾ ഉപയോഗിക്കുക. അപ്പോൾ ആ കാര്യങ്ങൾ മനസ്സിലാക്കുക. പിന്നീട് നമ്മൾക്ക് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഫ്രേസൽ വെർബ്സ്. ഫ്രേസൽ വെർബ്സ് എന്നുള്ളത് നമുക്ക് ഷോർട്ട് കട്ടുകളൊന്നുമില്ല, അത് പഠിച്ച് എഴുതുക തന്നെ വേണം. ചില ഫ്രേസൽ വെർബ്സ് ഞാനൊന്ന് പറയാം. സ്ഥിരമായിട്ട് പരീക്ഷയ്ക്ക് വരുന്ന ഫ്രേസൽ വെർബുകളാണ്. ഇതിൽ എന്തായാലും 4 വരാൻ സാധ്യതയുണ്ട്, സ്ഥിരമായിട്ട് കാണുന്നതാണ്. അപ്പോൾ പുട്ട് ഓൺ, അതിൻ്റെ മീനിങ് കൂടെ ഞാൻ പറയുന്നത്. പുട്ട് ഓൺ, വെയർ, പുട്ട് ഓഫ്, പോസ്റ്റ്പോൺ, പുട്ട് ഔട്ട്, എക്സ്റ്റിങ്ക്വിഷ്, പുട്ട് അക്രോസ്, കമ്മ്യൂണിക്കേറ്റ്, പുട്ട് അപ്പ് വിത്ത്, ടോളറേറ്റ്, പുട്ട് aside, സെറ്റ് aside, പുട്ട് അപ്പ്, സെറ്റ് അപ്പ്, പുട്ട് ഇൻ, ഇൻവെസ്റ്റ്, സെറ്റ് ഔട്ട്, സ്റ്റാർട്ട് എ ജേണി, സെറ്റ് അപ്പ്, erect, set aside, keep aside, keep on, continue, keep up, maintain, make out, understand, make up the mind, decide, make up, compensate, call on, visit a person, call it, visit a place, call for, demand, call back, return, call off, withdraw, come across, meet by chance, look after, take care of, go on, continue, go off, explode, go for, attack, go ahead, continue, go through, examine, go after, chase, carry on, continue, carry out, execute, turn out, prove to be, turn down, reject, turn up, appear, turn on, switch on, turn off, switch off, take off, remove or lift off, taken aback, surprise or ഷോക്ക്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ സമയത്ത് ഇവിടെ റെഫർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഒരു കാര്യം കൂടെ കൂട്ടത്തിൽ പറയുന്നത്, പ്രൊഫൈൽ എഴുതുന്ന സമയത്ത് നമുക്കറിയാം ഓൺ എന്നുള്ളത് ഡേറ്റിൻ്റെ മുന്നേയും ഇൻ എന്നുള്ള പ്രിപ്പോസിഷൻ മന്തിൻ്റെയും ഇയറിൻ്റെയും മുന്നെയാണ് ചേർക്കേണ്ടത്. ഓക്കെ, അപ്പോൾ എന്തായാലും എല്ലാവർക്കും നല്ല വിജയാശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു.